പാക് ആക്രമണം സ്ഥിരീകരിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് 36 കേന്ദ്രങ്ങളെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചെന്നും വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി വെളിപ്പെട്ടെന്നും മിശ്രി. തുർക്കി ഡ്രോണുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചു. ആക്രമണത്തിന് യാത്രാ വിമാനങ്ങളെ പാകിസ്ഥാൻ കവചമാക്കിയെന്നും വെളിപ്പെടുത്തൽ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ പഴുതടച്ച സുരക്ഷ. മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്ത്രപ്രധാന മേഖലകളിലും കനത്ത ജാഗ്രത. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിനും ഡൽഹി അരുൺ ജെയ്റ്റ്ലി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിനും ബോംബ് ഭീഷണി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ജവാന് വീരമൃത്യു. നിയന്ത്രണ രേഖയിലെ വെടിവെപ്പിൽ വീരമൃത്യു വരിച്ചത് ആന്ധ്ര സ്വദേശിയായ മുരളി നായിക്. സൈനികരെ സഹായിക്കാൻ അടുത്ത 3 വർഷത്തേക്ക് ടെറിട്ടോറിയൽ ആർമി അംഗങ്ങളെ ഉപയോഗിക്കാം. കരസേനാ മേധാവിക്ക് അനുമതി നൽകി കേന്ദ്ര സർക്കാർ. സിന്ധു നദീജല കരാർ റദ്ദാക്കി ഇന്ത്യൻ നടപടിയിൽ ഇടപെടണമെന്ന് പാക് ആവശ്യം തള്ളി ലോകബാങ്ക്. ലോകബാങ്കിന്റെ മധ്യസ്ഥന്റെ റോൾ മാത്രമെന്ന് പ്രസിഡന്റ് അജയ് ബാങ്ക. പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷം. IPL മത്സരങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവെച്ചു. തീരുമാനം സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് കായിക താരങ്ങളുടെ സുരക്ഷ മുഖ്യമെന്ന് BCCI.